ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റുമാണ്. മിച്ചം വന്നാൽ അത് ഒരു ദോശ നമുക്ക് 5-6 കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരുവാണെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഈ ഉഴുന്നുവടയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും. പോഷകങ്ങൾ നിറഞ്ഞ ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ചെറുപയറിൻ്റെ പരിപ്പാണ്. ചെറുപയർ ഫുള്ളായിട്ടുള്ള ചെറുപയറല്ല, അതിൻ്റെ പരിപ്പ് മാത്രം. അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി 1 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് മൂടത്തക്കവണ്ണം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടിപ്പോകരുത്, കാരണം ഇത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കാം. പിന്നെ ഒരു ചട്നി കൂടി അരച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് നല്ല എരിവുള്ള മുളക് വേണം ഈ ചട്നിക്കായിട്ട് ഉപയോഗിക്കാൻ. കാരണം ഈ ദോശയ്ക്ക് നല്ല എരിവുള്ള ചട്നിയാണ് നല്ലത്. പിന്നെ കുറച്ച് ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പൊക്കെ ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒരു ചട്നി അരച്ചിട്ടുണ്ട്. സാധാരണ ഒരു ചട്നി. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എരിവുള്ള മുളക് വേണം ഉപയോഗിക്കാൻ. അതൊന്ന് കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇത് അരച്ച് കഴിയുമ്പോൾ മിക്സ് ചെയ്യാൻ നേരത്ത് കാണിക്കാം എന്തൊക്കെയാണെന്ന്. ഇതിപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ വേണ്ട കേട്ടോ, ഇത് 1/4 മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഈ ഉപ്പ് കുറച്ച് മുമ്പിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. ഒരു ബൗളിൽ നിറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ സവാള, കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള. ഒരു വലിയൊരു തക്കാളി എടുക്കണം, ഇതിന് കുറച്ച് പുളിപ്പുള്ളതാണ് നല്ലത്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ചെറുതല്ല, ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇത് നമ്മൾ ഉടനെ ഉണ്ടാക്കാനാണെങ്കിൽ ഇതിലോട്ട് അല്പം ഈനോ ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേഗം കോരി ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളിത് കുറച്ച് സമയം വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഈനോയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. കാരണം ഈ മാവിന് ചെറിയൊരു പുളിപ്പ് പോലെ, പുളിപ്പല്ല, ഒരു അല്പം സമയം ഫെർമെൻറ്റ് ചെയ്യാനൊരു സമയം കൊടുക്കണം. ചൂടായ ചട്ടിയിൽ കോരി ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മാവ് കോരി ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഉഴുന്നവട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗം മുരിഞ്ഞ് അകം സോഫ്റ്റായിട്ടിരിക്കില്ലേ, അതേപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സിൽ കിട്ടും. അപ്പം ഞാനിവിടെ അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന കുഴിയൻ ചട്ടി ഉണ്ടല്ലോ, അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിൽ മാവ് കോരി ഒഴിച്ച് തിരിച്ച് മറിച്ചു വിട്ട് 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റായിട്ട് വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും കിട്ടില്ല. അതുപോലെ സ്പോഞ്ച് പോലെ അല്ലാതെ കുറച്ച് കനം കുറച്ച് പരത്തിയിട്ട് ഉണ്ടാക്കിയാലും നല്ലതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ ഈനോ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തൊലിയോടുകൂടി ചെറുപയർ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗം കുറച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പരിപ്പ് മാത്രമായിട്ട് എടുക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് കുറച്ച് പരിപ്പ് വെള്ളത്തിൽ ഇടുക, പിന്നെ കുറച്ച് ചട്നി അരിച്ച് കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ നമുക്ക് വേഗം ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.